സംഭവം ഞാൻ ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്നു. അതായത് റെയിൻ ഫോട്ടോഗ്രാഫി. ഫോട്ടോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് എവരുടെ പേജ് നമ്മൾ ടാഗ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന പോസ്റ്റിന് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കോൺടെസ്റ്റാ. ഓ തന്നെ ഞാൻ ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്നു. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യണോ അല്ലേ? ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ, കിട്ടിയ കൂട്ടി. അപ്പൊ ഞാൻ ഒരു കൈ നോക്കാന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് ഇത് അതിനകത്ത് അടിയിൽ എഴുതി വെച്ചേണ്, ഭർത്താവ് എടുത്ത ഭാര്യയുടെ ഫോട്ടോ മാത്രമേ സ്വീകരിക്കുള്ളൂ. എന്നെ കൊണ്ടൊന്നും വയ്യ. പറഞ്ഞതേ ഉള്ളൂ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണ്, ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ എപ്പോഴും കാശ് കൊടുത്തു പോവാം. ഞാനിപ്പൊ സീതനോട് ഒരു കട്ടൻ ചായ വേണമെന്ന് പറയാൻ പോയുള്ളൂ. എന്റെ മനസ്സ് വായിച്ച പോലെ തന്നെ ലച്ചിതേ കൂട്ടുന്നു. താങ്ക് യു മോളെ. ഈ കട്ടൻ കേശുവിനുള്ളതായിരിക്കും അല്ലേ? എനിക്കുള്ളത് തന്നെ. കുഴപ്പമില്ലോ, കുറ്റം പറയാൻ പറ്റൂലല്ലോ. എന്റെ ചേച്ചി ഉണ്ടല്ലോ, എന്റെ മനസ്സ് അതേപോലെ തന്നെ വായിക്കും. ഞാൻ ഇപ്പം വിചാരിച്ചോളൂ ഒരു കട്ടൻ ചായ കുടിക്കണമല്ലോന്ന്. അതെ 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 അതെ. അല്ലടാ, എന്താ നിന്റെ പരിപാടി? ഞാനിത് കുഴപ്പളത്തച്ഛൻ്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു, കുഴപ്പളത്തച്ഛ ഞാൻ അടുത്തത് MA പഠിക്കും, അത് കഴിഞ്ഞിട്ട് കൃഷി. എടാ അതൊക്കെ സൈഡ് വഴി നടക്കട്ടെ, നീ ഒന്ന് PSC എഴുത്. KCBയിൽ എന്തോരം വേക്കൻസിയാണ് കിടക്കണത്. ആദ്യം നിനക്ക് ലൈൻമാൻ ആയിട്ട് കയറാം. ഇവന് ഒരേ സമയം 5-6 ലൈൻ ഒരുമിച്ച് വലിച്ചിട്ടുണ്ട് അച്ഛ. ആണോ? പിന്നെ അപ്പൊ എക്സ്പീരിയൻസ് ഉണ്ട്. അച്ഛനൊക്കെ കൂടുതലുണ്ട്. പക്ഷെ മോനെ, നല്ല ലൈൻമാൻ ആകണമെങ്കിൽ ആദ്യം പോസ്റ്റേ കയറാൻ പഠിക്കണം. ഇവന്റെ പോസ്റ്റ് അമേരിക്കക്ക് പോയില്ലേ? അമേരിക്കയിലുള്ള പോസ്റ്റ് ഒന്നും വേണ്ട, ഇവിടത്തെ പോസ്റ്റ് മതി. പുറത്ത് വല്ല പോസ്റ്റ് പെട്ടാ നോക്കാം. നാളെ രാവിലെ 6 മണി തുടങ്ങി പ്രാക്ടീസ്. അച്ഛൻ പഠിപ്പിച്ചാരാ. വാ, എന്തോ തിനി ഇന്ന് വാടാ. പോയി പോസ്റ്റ് കയറി. പോസ്റ്റ് എന്നൊക്കെ പറയുമ്പളേ റെയിൻ ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് എന്ത് വരാത്തെ? വന്നാ? ഹലോ, ഇതെവിടെ പോയതാ? ഞാൻ ഒന്ന് പുറത്ത് നടക്കാൻ പോയതാ. പിന്നെ എന്താ മഴ അല്ലേ? മഴ എവിടെ? അല്ല ഇപ്പഴല്ല, പക്ഷെ നല്ല മഴയുണ്ടല്ലോ. നല്ല മഴയുണ്ട്. അപ്പോഴേ ഈ മഴയത്ത് ഇങ്ങനെ പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റാനൊക്കെ ഒരു ആഗ്രഹം. എന്റെ പൊന്നു ലച്ചു, മഴ കാരണം എല്ലായിടത്തും വെള്ളപ്പൊക്കമാ. ഇപ്പൊ തന്നെ ചുറ്റാൻ പോണാ? അല്ല അതൊക്കെ ശരിയാണ്, പക്ഷെ എന്നാലും മഴയത്ത് പുറത്തേക്ക് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ ഇച്ചിരി നനഞ്ഞ് അതൊരു മൂടല്ലേ? എന്താ ഉദ്ദേശം? റൊമാൻറ്റിക് ആവാനാ? റൊമാൻറ്റിക് എന്തേ പറ്റൂലേ? റൊമാൻറ്റിക് ആവുന്നത് നല്ലതാണ്. പിന്നെ ഇല്ലേ, റൊമാൻറ്റിക് ആവ്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു? ഈ ഇടയായിട്ടേ ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ഒട്ടും ആക്റ്റീവ് അല്ല. നിന്റെ ഫോണില്ലേ? ഫോണില് അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആവണം. ആക്റ്റീവ് ഒക്കെ ആവണം, പക്ഷെ ഭയങ്കര മടി. എന്തിനാ മടി? ചുമ്മാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നോക്കി നടത്തണ്ടേ, അപ്പൊ എല്ലാം സമയം കിട്ടുന്നില്ല. സമയം കണ്ടെത്തിയാ മതി. കണ്ടെത്തണം. എന്തുവാ പ്രശ്നം? എന്തോ ഇപ്പൊ കലൂസിന്റെ അടുത്ത് ഞാൻ എന്താ പറഞ്ഞേ? പാറക്കുഞ്ഞമ്മയുടെ കൂടെ പോയി കളിക്കണം എന്നല്ലേ? എന്നിട്ട് ഇവിടെ വന്ന് നിക്ക. അച്ഛൻ ഇവിടെ തിരക്കല്ലേ, നമുക്ക് പിന്നെ കളിക്കാവേ. കൊള്ളാലോ, എല്ലാം അറിയാലോ. കല്ലൂസേ, ഒരു കാര്യം ചെയ്യും. അച്ഛൻ കുറച്ചേരം കഴിഞ്ഞിട്ടേ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ മീൻ പിടിക്കാൻ പോണോ അതേ ഇപ്പൊ കളിക്കണോ? അപ്പൊ മീൻ പിടിക്കാൻ പോയ പോരെ? ഓക്കെ, ഒരു കാര്യം ചെയ്യും, പാറക്കുഞ്ഞമ്മയുടെ കൂടെ പോയി തൽക്കാലം കളിച്ചോ. ഒരു കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൻ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.